ഹോളി, അതും ബനാറസിൽ, അത് വേറൊരു ഫീലാട്ടാ. സംഭവം നമ്മൾ ഹോളി കാശിയിൽ ആഘോഷിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും പല സാഹചര്യം കാരണം നമ്മൾ കാശിയിൽ എത്തിപ്പെട്ട്. സംഭവം നമ്മൾ അയോധ്യ പോകാൻ വേണ്ടി ഇരുന്നാണേ. അപ്പോൾ ടിക്കറ്റ് നമുക്ക് ഉദ്ദേശം കിട്ടിയില്ല. അപ്പോൾ ഒരു 6-7 മണിക്കൂർ നമ്മൾ DDU സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ച് നമ്മളിങ്ങോട്ട് കാശിക്ക്. പുലർച്ചെ ആയതുകൊണ്ട് നല്ല കുളിരൊക്കെ കൊണ്ട് ഓട്ടോയിൽ നേരെ കാശി പോയി. ഭൈരവനെയും തൊഴുത് കാശിനാഥനെയും തൊഴുത് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരം വൈബും ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് ഇരുന്നിട്ടാ. ഹോളി ആണ്ട് തന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ തേച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഭജന ടീമൊക്കെ വന്നിട്ട് അവരൊക്കെ ഭജനയൊക്കെ പാടിയിട്ട് ഒരു പ്രത്യേക ഒരു മൂഡ് തന്നെ ഇരുന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്ന് ദർശനമൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ കഴിയും. രാവിലെ കൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഹോളിയുടെ അന്നത്തെ തിരക്ക് വലുതായിട്ട് ബാധിച്ചില്ല പുലർച്ചെ നേരമായതുകൊണ്ട്. എന്നിട്ടെന്ത് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേനും തെരുവുകളൊക്കെ ഓണായിട്ട് വരുന്നുണ്ടായിരുന്നു. കളറെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മേലും കളറായിരുന്നു. പോലീസ് ആൾക്കാരെന്നൊരു വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെ മേലും കളറും വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. സ്ഥിരം നമ്മൾ നോർത്തിൽ കാണുന്ന സിൽവറും ഗോൾഡും പൂശിയ ആൾക്കാർ തലങ്ങും വലങ്ങും നടക്കണ്ട അങ്ങോട്ടും അങ്ങോട്ടും. പിന്നെ ഹോളി ആണെങ്കിലും ശിവരാത്രി ആണെങ്കിലും മണികർണികയ്ക്കുള്ള ബോഡികളുടെ എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരു സൈഡിൽ കൂടെ ബോഡി പോകുന്നുണ്ടാവും, ഒരു സൈഡിൽ ആൾക്കാർ ഹോളിയുടെ സെലിബ്രേഷനായിട്ട് സന്തോഷത്തിൽ നടക്കുന്നുണ്ടാവും. ഒരു മിക്സ്ഡ് ഇമോഷനാണ് കാശിയിൽ നമുക്ക് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് ഇങ്ങനെ ആഘോഷങ്ങളുള്ള ദിവസങ്ങൾ നമ്മൾ കാശി ഇരുന്ന് കഴിഞ്ഞാൽ പല രൂപത്തിൻ്റെ ഇടയിൽ കുറേ എണ്ണത്തിനെ നമുക്ക് കാണാം ഷർട്ടില്ലാണ്ട് നടക്കണതും വണ്ടിയിൽ പോകും. സംഭവം വേറൊന്നുമില്ല, നമുക്കുള്ളമാര് തലതിറച്ച് കൂട്ടുകാരന്മാർ അവിടെയും ഉണ്ട്. അവന്മാർ പോരെ നാണും മാനൂലിൻ്റെ റോട്ടിൽ കൂടെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളിനെ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് എവിടെയാണ് നല്ല രീതിയിൽ സെലിബ്രേഷൻ ഉള്ളത് നമ്മൾ അവിടെയുള്ള കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദിച്ച് ഈ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ കുറേ എണ്ണം. പോല് പറഞ്ഞ അടുത്തുള്ള ജംഗ്ഷനിൽ തന്നെ എവിടെ ഗോഡൌളിയ ചൗക്കിലാണ് സംഭവം. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് വെച്ച് പിടിച്ച് അവിടെ വൈബ് വെച്ച വൈബ് നമ്മൾ സിനിമയും റീൽസിലൊക്കെ കാണുന്ന മാതിരി പിള്ളേർ ഫുൾ ആഘോഷം. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്ന് കുറച്ച് ഹോളിയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നേരെ തിരിച്ച് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ച്